ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ രാവിലെ എണീറ്റ് തന്നെ കുറച്ച് സമൂസക്കൊക്കെ മസാല ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള സമൂസക്ക് മസാല ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് മസാലകളൊന്നും ഞാൻ ഇടുന്നില്ല. എല്ലാവരും സാധാരണ ഇടുന്ന പോലെ തന്നെയാണ്. ഉള്ളി വാട്ടി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നോർമലി ഇടുന്ന സ്പൈസസ് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് എന്നിവ ഇട്ടിട്ട് ജസ്റ്റ് അങ്ങനെ സോട്ട് ചെയ്തിട്ട് വെക്കുക. അത്ര തന്നെയുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇന്ന് പത്തിരി ഉണ്ടാക്കാന്നുള്ള പ്ലാനിലേനും, പത്തിരി ചിക്കൻ കറിയൊക്കെ. അപ്പം എൻ്റെ വലിയ അമ്മ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് മന്തി മതി എന്ന് പറഞ്ഞപ്പം പത്തിരി നേരെ ഫ്രിഡ്ജ് കയറ്റി. പിന്നെ മന്തി ബ്രോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ്. അപ്പം അങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കനും അതിലേക്ക് മുളക് ചതച്ചത്, അതുപോലെ സോയാ സോസ്, ഉപ്പ്, വിനീഗറൊക്കെ ഇട്ടിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മണിക്കൂർ അങ്ങനെ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ കയറുമ്പോൾ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പം അങ്ങനെ അതിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പ്രീതിയുടെ മിക്സിയിലാണ് കേട്ടോ ഉള്ളി ഇതാക്കുന്നത്. നല്ല സുഖമാണ് അതിൽ. നമുക്ക് ഈ നോമ്പ് ടൈമിലൊക്കെ കുറേ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനെ ഞാൻ സമൂസയൊക്കെ അതുപോലെ ഗ്രീൻ പീസ് അതുപോലെ ചിക്കനും ഇടുന്നുണ്ട്. ഗ്രീൻ പീസ് ഇടുന്നത് വെച്ചാൽ കുറച്ചുകൂടി നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാം. മക്കൾക്ക് സ്കൂളില്ലാന്നുണ്ടെങ്കിൽ 2 പേരും ടി വിക്ക് അടിയാണ് കേട്ടോ. ഒരാൾക്ക് പറ്റുന്ന ഒരാൾക്ക് പറ്റില്ല. 2 ആൾക്കും വേറെ വേറെ ചാനൽസാണ് വേണ്ടിയത്. അപ്പോൾ ഓരോ പരാതികളായിട്ട് ഇങ്ങനെ ഓരോ ഒന്നായിട്ട് ഇടയ്ക്കിൽ വരും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഇത് ഈ വേവിച്ച ചിക്കനും മിക്സിയിലിടാറില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഗ്രൈൻഡായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം കൈകൊണ്ട് ഇതാക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ പിച്ചി ആക്കി കൊടുക്കും. അത്ര തന്നെയുള്ളൂ. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് ഇപ്പോൾ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇനി ഈവനിങ് ആണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ചൂടാറിയതിന് ശേഷം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈവനിങ് വന്നിട്ട് നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കാം. പിന്നെ ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടണം. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഡിഷസൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക. അപ്പം ഈ കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ക്ലീൻ ചെയ്തിട്ട് സെറ്റാകുമ്പോഴേക്കും ചേച്ചിൻ്റെ ഇപ്പോൾ ഫ്ലോറൊക്കെ തുടക്കൽ കഴിഞ്ഞ് കിച്ചണിലേക്ക് വരും. അപ്പോഴേക്കും എൻ്റെ കിച്ചണിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചാൽ ചേച്ചിക്ക് ഫ്ലോർ ക്ലീൻ ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനായിട്ട് അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങൊക്കെ ഒന്ന് വേഗം ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ വന്നിട്ട് അവൻ ഐസ് വേണം പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ അങ്ങനെ ഏകദേശം കൗണ്ടർ ടോപ്പുകൾ ക്ലീൻ ചെയ്തു. ഡിഷസൊക്കെ സിങ്കിലിട്ട് ഒക്കെ സെറ്റാക്കി. അപ്പോഴേക്കും ചേച്ചിക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പം കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവൻ്റെ സ്വിച്ച് അറിയാണ്ട് എങ്ങാനും ഓണാക്കി വെച്ചിട്ടാണല്ലോ വെച്ചാൽ എൻ്റെ മോൻ വന്നിട്ട് അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അവൻ ആ ലൈറ്റ് കാണുമ്പോൾ അങ്ങനെ തിരിച്ച് കളിക്കണ ഇഷ്ടം. അപ്പം ഓഫാക്കിയിടലാണ്. അറിയാണ്ടെങ്ങാനും പറ്റി കഴിഞ്ഞാൽ അവനത് നല്ല പണിയെടുക്കും. അപ്പോൾ ഞാൻ ഓണാക്കണ കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നുകൊണ്ട് ഇത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. അപ്പം അങ്ങനെ അവിടെ 2 കച്ചറകൾ കഴിഞ്ഞ് പോയതാണ് അവൻ. അപ്പം അങ്ങനെ ചേച്ചിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡിഷസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് വെച്ച് ബാക്കിയുള്ള കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മുകളിൽ പോകും. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ.
കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മുകൾക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ മോനാണ് ചെറുത്, മറ്റേത് എൻ്റെ അനിയനാണ്. അങ്ങനെ മുകളിൽ പോകുന്ന വഴിയിലാണ് മോൻ അവിടെ കളിക്കുന്നുണ്ടത്. അപ്പോൾ അവൻ ടോയ്സൊക്കെ എടുത്ത് പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ്. അവന് ഉച്ച ടൈമിലാവുമ്പം പുറത്തിറങ്ങൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇടണം, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്താവും ഫുൾ ടൈം. അപ്പോൾ ടോയ്സ് എടുത്തിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷെ അവിടെ ഡോർ ലോക്കാണ്. അതാണ് ഞാൻ ധൈര്യത്തിൽ ഓക്കെ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചേ. അങ്ങനെ പിന്നെ ഞാൻ മുകളിൽ പോയി കുറേ ഡ്രസ്സസൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കാൻ ഉള്ളതൊക്കെ മടക്കി വെച്ച്. പിന്നെ കുറേ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മോന് ട്യൂഷന് കയറി, അപ്പോൾ ഫോൺ എടുത്തിട്ടാണ് ട്യൂഷന് കയറി. പിന്നെ അങ്ങനെ കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ മോന് വന്ന് മടിയിലിരിക്കുകയാണ്. അവന് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുൾ ടൈം അതിട്ടുകൊണ്ടാണ് നടക്കുക. അത് അലക്കിയാലും അത് ഉണങ്ങുന്നവരെ അവനൊരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ ആയില്ലേ ഞാൻ ഇടട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചു കൊണ്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ മാസ്കൊക്കെ ഒന്ന് കെട്ടിത്തരുമോ ചോദിച്ചിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് അവന്. ഇങ്ങനത്തെ പ്രയർ ഡ്രസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലാണ്. മെറ്റീരിയൽ അനുസരിച്ച് റേഞ്ച് മാറ്റം ഉണ്ടാവും. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നല്ല അഫോർഡബിൾ റേറ്റിന് ചെയ്ത് തരും കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുള്ളൂ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടോ. അതുവരെ ഞാൻ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഒരു ഹോബി ഉണ്ട് കേട്ടോ, ഡൂഡിൽ ആർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്ത കുറച്ച് ഡൂഡിൽ ആർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ലൊരു മൈൻഡ് റിലാക്സിങ് ടെക്നിക്കാണ് കേട്ടോ. നമുക്ക് കുറേ ടൈം ആകുമ്പോൾ ഇരിക്കാം, പിന്നെ നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആർക്കും ചെയ്യാം, അതങ്ങനെ ടഫുള്ള പരിപാടികളൊന്നുമല്ല. ആർക്കും ചെയ്താൽ സെറ്റാവും. അങ്ങനെ തീരെ വരക്കാൻ അറിയാത്ത ആൾക്കാർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ചെയ്ത കുറച്ച് ഡൂഡിൽ ആർട്സ് ആണിത് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ചെറുതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. ഡെയിലി ഒന്നും എഴുതാറില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ എഴുതുന്നത് നല്ലതാണ്, പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അങ്ങനെ ഈവനിങ്ങിൽ ഞാൻ കപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങി. അരി കുറച്ചേരം വെള്ളത്തിലിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. മാക്സിമം 1 അവർ വെക്കുന്നത് നല്ലതാണ്. ഞാനൊരു 20 മിനിറ്റ്സാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ കടന്ന് ഞാൻ നേരത്തെ ചേച്ചി കുറച്ച് തേങ്ങ ചിരവിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റൊക്കെ ഞാൻ തേങ്ങ ചിരവിയ നേരെ ബോക്സിലിട്ടിട്ട് വെക്കുക ചെയ്തിരുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഓരോ പ്ലേറ്റിലിങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സിലിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ സ്പൂണിൽ കോരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവും. മറ്റേത് കട്ട പിടിച്ചിട്ട് നമുക്കത് കുറച്ചിന് പുറത്ത് വെക്കണമല്ലോ, അപ്പോൾ അത് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലൊന്ന് പരത്തി വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോക്സിലിട്ട് ഇങ്ങനെ സ്പൂണിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ നമുക്ക് സുഖം. മറ്റേത് പുറത്ത് വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഫ്രീസറിൽ വെക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് കേടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ സിമ്പിളായിട്ട് എടുക്കാം, നമുക്ക് സ്പൂണിൽ കോരി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ. നേരത്തെ നമ്മൾ സമൂസൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കവർ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, ഒരു 3 ദിവസത്തേക്കൊക്കെ ഉള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തേക്കുള്ളത് അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നതാണ്. പിന്നെ ഓരോ ദിവസത്തേക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ കവറിലാക്കിയിട്ട് വെക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒട്ടിപ്പിടിക്കലും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം സിബ്ലോ കവറിലിട്ട് വെച്ചാൽ അങ്ങനെ സേഫായിട്ട് നിന്നോളൂ. പിന്നെ ഞാൻ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തട്ടുകടിയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ കാടമുട്ട റോസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അപ്പം അതുണ്ടാക്കുന്നുണ്ട്. അപ്പം അത് വേണ്ടിയിട്ട് അത് ബോയിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ മന്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മന്തിക്ക് കൂടുതൽ മന്തിയിലെ പീസസ് ആരും കഴിക്കില്ല, ബ്രോസ്റ്റ് ഉള്ളതുകൊണ്ട് മെയിനായിട്ട്. അല്ലെങ്കിൽ പിന്നെ മന്തിയിലെ ചിക്കൻ കഴിക്കും, ബ്രോസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ബ്രോസ്റ്റ് ആയിരിക്കും കഴിക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കനേ ഇട്ടിട്ടുള്ളൂ. ക്രഷ് ചെയ്തിട്ടുള്ള ചെറിയ ജീരകം ഇടുക, പിന്നെ മാഗിൻ്റെ ക്യൂബുകൾ ഇടുക, കുരുമുളക് പൊടി, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ മല്ലിയില പുതിനയെല്ലാം ഇടണം. അത് ഞാനും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് ലാസ്റ്റ് ആയിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഇടാം കേട്ടോ. പിന്നെ ഞാൻ ബ്രോസ്റ്റിനുള്ള കോട്ടിങ്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മൈദപ്പൊടി, അതുപോലെ കോൺഫ്ലവർ, കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് 2 പാർട്ടാക്കുക. ഒരു പാർട്ടിൽ മുട്ടയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ ആക്കുക. എന്നിട്ട് അതിൽ ഒന്ന് മുക്കിയിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള പൗഡറിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മസാല ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം കുറച്ച് നേരം. ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ഈ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നന്നായിട്ട് മസാല ഒടിച്ചോളും. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളതിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എല്ലാതും കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ഫ്രീസറിൽ കയറ്റുക. നമ്മൾ കഴിക്കണ ടൈം ആകുമ്പോൾ പൊരിച്ചാൽ മതി. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴല്ലേ എടുക്കുള്ളൂ. അപ്പോഴേക്കും നമ്മൾ കാടമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് റോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക, ലേശം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുക, കുറച്ച് ഉപ്പിടുക, കുരുമുളക് പൊടി ഇടുക, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്നിട്ട് പച്ച ചുവക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങളതിലുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒന്ന് കുറച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല സ്മെല്ല് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ കാടമുട്ട ആക്കിയത് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുന്ന കുറച്ച് ഡ്രൈ ആവുന്നവരെ സോട്ട് ചെയ്താൽ നല്ലതാണ്. ഞാൻ അതിൽ അത്രയ്ക്ക് നല്ലോണം ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ടില്ല, ഒരു മീഡിയം ടൈം ആയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പായിട്ടും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് മന്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ വേവിക്കാൻ വെച്ച് അങ്ങനെ വെന്ത് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മല്ലിയിലും പുതിനയിലും ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ മസാല ഉണ്ടാക്കുമ്പോഴേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ദമ്മിടുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് അതിന് മുകളിൽ ഒഴിക്കുന്നുണ്ട്. കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഗസ്റ്റ് ഒന്ന് വരുമ്പോൾ യൂസ് ചെയ്യുന്നതല്ലല്ലോ, നമുക്കായിട്ട് കഴിക്കാനാണല്ലോ. സോ അപ്പോൾ അത്രയ്ക്ക് തന്നെ കളറുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ബെറ്റർ കേട്ടോ. പിന്നെ ഇത് ദമ്മിലിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കളർ ഒഴിച്ചു, മഞ്ഞൾ വെള്ളമാണ് കേട്ടോ. മഞ്ഞൾ കലക്കിയിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള റൈസസും കൂടെ ഇട്ടിട്ട് മുകളിൽ കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെയാണ് മല്ലിയില പുതിനയില ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അങ്ങനെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
മന്തിയിലേക്കുള്ള തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സമൂസ, അപ്പോൾ ഇന്നത്തേക്കുള്ളത് മാത്രം എടുത്തിട്ട് ഞാൻ സമൂസയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇനി ജ്യൂസസ് അടിക്കാനുണ്ട്. അപ്പം സമൂസ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ജ്യൂസസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. ഇന്ന് ഡ്രിങ്ക്സ് ഞാൻ 3 ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വാട്ടർമെലൺ മാത്രമേ ഇപ്പോൾ ഞാൻ ക്ലിപ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മറ്റേതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വാട്ടർമെലൺ ജ്യൂസുമാണ് ഉള്ളത് കേട്ടോ. ഇന്ന് ഈവനിങ് ഞാൻ താഴെ വന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ പരിപാടികളിലേയും പിന്നെ നോമ്പ് തുറക്കാനായപ്പോഴേക്കും കറക്റ്റ് ടൈമിലായിരുന്നു. കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജ്യൂസസൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ സെറ്റാക്കി സമൂസ ആക്കി വെച്ചിട്ടുണ്ട്. നട്ട്സ് ഉണ്ട്, അതുപോലെ കാടമുട്ട കൊണ്ടുള്ള റോസ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ഉള്ള ക്ലിപ്സ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു 8:30-9 മണി ആ ഒരു ടൈമിലാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസുള്ളൂ പിന്നെ ഉള്ളത് കേട്ടോ. അപ്പം അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ കുട്ടികളുടെ പഠിത്തവും നിസ്കാരവും കാര്യങ്ങളൊക്കെ എല്ലാതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള വീഡിയോസിൽ കാണാം കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായപ്പോൾ ഞാൻ ബ്രോസ്റ്റൊക്കെ ഒന്ന് പൊരിച്ചു കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊരിച്ച് വെച്ചു. പിന്നെ എന്നിട്ട് മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു. അങ്ങനെ ഞാൻ അതിനിടയിൽ മയോണൈസ് ഉണ്ടാക്കി. മയോണൈസ് ഞാൻ പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കില്ല. അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. കൂടുതൽ ഓയിൽ ഒഴിക്കണം എനിക്കിഷ്ടമല്ല. അപ്പോൾ പൊട്ടാറ്റോ കൊണ്ടാകുമ്പോൾ നല്ല തിക്കായിട്ടുള്ളത് കിട്ടും കേട്ടോ. അപ്പം ഞാനത് വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം അങ്ങനെ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് അവർ കുറച്ച് നേരം TV ഒക്കെ കണ്ട് പിന്നെ അങ്ങനെ ഉറങ്ങാൻ പോകും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.